അമ്മ കൊള്ളാം നല്ല ഫോട്ടോഗ്രാഫിയൊക്കെ ഗംഭീരം, നല്ല കഥ. ഇതുവരെ അങ്ങനെ മലയാളത്തിൽ സ്ഥിരമായിട്ട് പറയാത്ത ഒരു പുതിയ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കഥ. നന്നായിട്ടുണ്ട് എല്ലാ നിലക്കും. ശരിക്കും അവസാനമൊക്കെ വളരെ ടച്ചിങ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ നിർമ്മാതാക്കൾ, സംവിധായകർ, അഭിനേതാക്കൾ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ അവരെല്ലാം പ്രശംസ അർഹിക്കുന്നുണ്ട്. ദിലീഷ് പോത്തനും ജാഫറും അതിഗംഭീരമാക്കി അവരുടെ റോള്. കൊള്ളാട്ടെ, നല്ല ഫിലിം, ഒരു ഫീലൊക്കെ ഉണ്ട്. ഫാമിലിക്കേ പിടിക്കത്തുള്ളൂ, പക്ഷെ ഫാമിലീസ് കാണാം. നല്ല പടം, നന്നായിട്ടുണ്ട്. അതെ, ആ കുഞ്ഞിനാണ് നല്ല, ശരിക്കും ഒറിജിനാലിറ്റി ആ പൊടിക്കുഞ്ഞ് അത് ഫീൽ ചെയ്യും. അതെന്തായാലും നമ്മളെ പോലെയുള്ള അമ്മമാർക്കൊക്കെ അത് കാണുമ്പോൾ ഒരു സങ്കടം വരും. ന്യൂ ജനറേഷനല്ല, ഞാൻ ഫാമിലിയാണ് ഞാൻ പറയുന്നത്. നല്ല പടം. ഒരു എന്താ പറയുക, തീം വൈസ് ഒരു ഇമോഷണലി നമ്മളൊന്ന് കണക്ട് ചെയ്യപ്പെട്ട രീതിയിലുള്ളൊരു പടമായിരുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, സബ്ജക്റ്റ് എങ്ങനെയാണ്. എന്തായാലും ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു അമ്മ മകൾ, ഒരു കുട്ടിക്ക് പാരൻറ്റിങ് എത്രത്തോളം അത്യാവശ്യമാണ് എന്നുള്ളതും, അച്ഛനമ്മമാർക്ക് കുട്ടികളെ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യേണ്ടതെന്നും അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു പരിപാടിയാണ്. ഭയങ്കര ഇമോഷണലി നമുക്ക് കണക്റ്റ് ആവും. ഹൈലൈറ്റ് സീൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഒരു കൊച്ചുകുട്ടിയുടെ ഒരു പ്രകടനമൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. അതിനെക്കൊണ്ട് എങ്ങനെ അഭിനയിപ്പിച്ച സംവിധായകന് കയ്യടി, തോമസ് സെബാസ്റ്റ്യൻ, അദ്ദേഹത്തിന് കയ്യടി. നല്ല രസമുള്ള വർക്ക്. നിമിഷ് ക്യാമറയും കൊള്ളാം. എല്ലാം ആക്ടേഴ്സ്, എവരിവൺ ഹാസ് ഡൺ ദിയർ റോൾ എസ്പെഷ്യലി വെൽ. നല്ലൊരു എന്താ പറയുക, ഒരു ഫീൽ ഗുഡാണോ അതോ ഫീൽ ഇമോഷണലാണോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പടം. എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാമാർ പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നുന്നു. അതുപോലെ അതിനുപരിയായിട്ട് നല്ലൊരു കഥയായിരുന്നു. അതുകൊണ്ടാണല്ലോ നമുക്ക് സങ്കടം തോന്നിയത്. സ്വാഭാവികമായിട്ടും ചുമ്മാ ഒന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ വളരെ നല്ല സിനിമ, നല്ല കഥ, വളരെ നല്ല കഥ. ഈ കാലഘട്ടത്തിലൊക്കെ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരും എല്ലാ തരത്തിലും പ്രായത്തിലുള്ളവർ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. ഈ സിനിമ വലിയ വിജയത്തിലേക്ക് എത്തിക്കട്ടെ. ഈ സിനിമയ്ക്ക് അവാർഡുകൾ കിട്ടുന്ന തരത്തിലുള്ള ഒരു കഥയാണ് എന്ന് എൻ്റെ ഒപ്പം കണ്ടുകൊണ്ടിരുന്ന സുകുമാരൻ ചേട്ടനത് പറഞ്ഞു. ആ തരത്തിലേക്ക് ഇത് ഉയരട്ടെ. ജലീൽ സാർ പറഞ്ഞല്ലോ, വളരെ മനോഹരമായൊരു കഥ. ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല ഇത്ര മനോഹരമായിട്ടൊരു കഥ എഴുതി സംവിധാനം ചെയ്യാൻ കഴിയുമെന്ന്. ഈ ഒരു ജീവിത കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മളൊന്നും കാണാത്ത ഒരു പുതിയ അനുഭവമുണ്ട് ഈ സിനിമയിൽ. അത് എല്ലാവരുടെയും അഭിനയം ഏറ്റവും മനോഹരമായിരുന്നു. അത് കൊച്ചുകുട്ടി മുതൽ ഏറ്റവും പ്രായം ചെന്ന ആളുടെ വരെ അഭിനയ തികവ് മനോഹരമാണ്. പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടും മനസ്സ് കണ്ണുകൾ നിറഞ്ഞു പോകുന്ന പല രംഗങ്ങളും ഇതിലുണ്ട്. അതുപോലെ ഒരു ഭാവനാസമ്പന്നമായിട്ടുള്ള ഇത് എഴുതാൻ കഴിഞ്ഞു, ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു, ഡയറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. വളരെ മനോഹരമായിട്ട് ഇതിൽ പാട്ടുകൾ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിൻ്റെ പാട്ടുകളിലെല്ലാം വളരെ ഭംഗിയായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നു, ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു വിജയമാണ്. എന്തായാലും അമ്മ എന്നാണോ എന്നാണോ ഇതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ലൊരു കഥയാണ്, സന്തോഷമായി. ഇതൊരു നഷ്ടമല്ല ആർക്കും കാണുന്നത്. ജീവിതത്തിൽ ഈ ഒരു സിനിമ കാണുന്നത് ആർക്കും നഷ്ടമല്ല. നമ്മൾ കാണുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇതിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിജയം. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഒന്നാമത് ലീലയുടെ പാട്ടാണ് ഞങ്ങൾക്ക് മെയിനായിട്ട്. നല്ല സോങ്, ലീല ജോസഫിൻ്റെ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സോങ് ആയിരുന്നു. അത് മാത്രമല്ല, അതിൽ കാസ്റ്റ് ചെയ്തിട്ടുള്ളവരെല്ലാവരും ഓരോരുത്തരും അവരുടെ റോള് ശരിക്കും പറയാതിരിക്കാൻ പറ്റുന്നത്. ഇത്രയും നല്ലൊരു മൂവി ഈ അടുത്ത കാലത്തൊക്കെ കണ്ടിട്ടില്ല. നല്ല മൂവി, വെരി നൈസ് മൂവി. ഓരോ സെക്കൻഡും ശരിക്കും ഞങ്ങൾക്ക് അടുത്ത് വരുന്നത് എന്താണെന്നുള്ളത് ഭയങ്കര ഇമോഷണലായിട്ട് വരുമ്പോൾ ഇത്രയും നല്ലൊരു എൻഡ്, അതാണ് എൻ്റർലി ഡിഫറെൻറ്റ് മൂവി. എല്ലാവരും കാണേണ്ട ഏറ്റവും ബെസ്റ്റ് മൂവി. ഈ അടുത്ത കാലത്ത് ഇത്രയും നല്ലൊരു മൂവി ഞങ്ങൾ കണ്ടിട്ടില്ല. നല്ലൊരു മൂവി, തീർച്ചയായിട്ടും കാണണം.